നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കിട്ടിയ അവസരം ദേവേനെ നന്നായിട്ട് വിനിയോഗിച്ചു. അബിക്കും ജലജയ്ക്കും പണി കൊടുക്കാൻ പറ്റിയതല്ലേ, അപ്പൊ പിന്നെ അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? ഇത്രയും കാലം ഈ വീട്ടില് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് രണ്ടുപേരും. അപ്പൊ പിന്നെ കിട്ടിയ അവസരം മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിലിട്ട് രണ്ടെണ്ണത്തിന് എണ്ണാറ വരപ്പിക്കുന്നുണ്ട്. എല്ലാ ജോലികളും വീട്ടിലെ എല്ലാ ജോലികളും തന്നെ ചെയ്യിക്കണം. ഇപ്പൊ പോരാത്തന് വേലക്കാരി വരുന്നൊന്നും ഇല്ലല്ലോ. അബിക്കാണെങ്കിലോ വല്ലാത്ത ടെൻഷനായിരുന്നു. ഒരു ജോലി കഴിയുമ്പോൾ അടുത്തത്. അബിക്കൊന്ന് നിന്ന് തിരിയാനുള്ള സമയം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. നേരത്തെ ആണെങ്കിൽ കാറൊക്കെ പുറത്തു കൊടുത്താ വാഷ് ചെയ്യിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അബിയെ കൊണ്ടാണ് കാറൊക്കെ വാഷ് ചെയ്യിക്കുന്നത്. അങ്ങനെ പതിവ് പോലെ തന്നെ അബി കാറൊക്കെ വാഷ് ചെയ്ത് അങ്ങോട്ട് വരുമ്പത്തേനും ദേവേനെ ഇങ്ങോട്ട് വന്നു. ദേവേന് വന്നിട്ട് പറഞ്ഞു, എടാ നിനക്ക് കുറച്ച് ജോലിയുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്. എന്ത് ജോലി? അതൊക്കെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു അടഞ്ഞു കിടക്കുന്ന മുറി കാണിച്ചു കൊടുത്തു. അല്ല ഇതെന്താ അമ്മായി ഇങ്ങോട്ടേക്ക് വന്നേ? ദേ അപ്പടി പൊടി പിടിച്ചു കിടക്കുക, ഇത് മൊത്തം തൂത്ത് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു. അല്ല അമ്മായി ഇതിന്റെ ആവശ്യമുണ്ടോ? ഈ മുറി ആരും ഇപ്പൊ ഉപയോഗിക്കുന്നില്ലോ എന്ന് പറഞ്ഞു. ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ നീ അറിയേണ്ട കാര്യമില്ല, ഇത് തൂത്ത് വൃത്തിയാക്കിയാ മതി. പിന്നെ ഊടായ്പ പരിപാടി കാണിക്കാന്ന് വെച്ചാൽ നടക്കില്ല മോനെ. നല്ല വൃത്തിക്ക് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ നിന്നെ കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ചെയ്യിക്കും. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോ അബിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നീട് അബി അതെല്ലാം പൊടിയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി. കുറെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓട്ടുരുളി, നിലവിളക്ക്, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊടി കളഞ്ഞ് തൂത്ത് വൃത്തിയാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല. അങ്ങനെ അബിയുടെ ഇടപാട് തെറ്റി നടു പൊടിഞ്ഞു. അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ആ സമയത്ത് ജലജ അടുക്കളയിലായിരുന്നു. അടുക്കള തിരക്കിട്ട പണികളായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ദേവേന് വന്നിട്ട് പറഞ്ഞു, അതെ മുറ്റം ഒന്നും തൂത്തിട്ടില്ല. രാവിലെയോ നീ തൂത്തില്ല, പക്ഷെ വൈകുന്നേരമൊക്കെ മുറ്റം നല്ല തൂത്ത് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, ഏട്ടത്തി ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഞാൻ മുറ്റം അടിക്കാനൊക്കെ പോകുന്നേ? അതെ ഇഷ്ടംപോലെ സമയമുണ്ട്, നീ അതങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യട്ടെ, അതിനുശേഷം തീർന്നതിന് ശേഷം ഞാൻ പോയി ചെയ്യാന്ന് പറഞ്ഞു. ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അങ്ങനെ അടുക്കളയില് ഉച്ചക്കത്തേനുള്ള ആഹാരങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. ഈ സമയം അബിയാണെങ്കിലോ ഇത്രയും അങ്ങനെ നല്ല സൂചിച്ചിരുന്നല്ലേ, ജോലിയൊന്നും ചെയ്ത് ഒരു ശീലം ഇല്ലാത്ത ആളല്ലേ, അങ്ങനെ ജോലി ചെയ്യുവാണ്. ഈ സമയം നന്ദു അനിയെ വിളിക്കുവാണ്. അനിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താടാ എന്ത് പറ്റി? ഇപ്പൊ ഒരു വിളിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും അനി പറഞ്ഞു, അത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആന്ന് പറയണ. തിരക്കോ? എന്ത് തിരക്ക്? അല്ല നിനക്കറിയാലോ ഇപ്പൊ കമ്പനി ആണെങ്കിലും വലിയ നഷ്ടത്തിലാ പോയിക്കൊണ്ടിരിക്കണേ. ആദർശേണ്ണും എല്ലാരും നല്ല ടെൻഷനിലാണ്. അതുകൊണ്ട് ഞങ്ങള് അഹോരാത്രം പണിയെടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാൻ പോലും സമയം കിട്ടുന്നില്ലടി. നന്ദു പറഞ്ഞു, അതൊരു നല്ല കാര്യം തന്നെയാ. അല്ല പെട്ടെന്ന് എന്താടാ ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട്? എന്താന്ന് എനിക്ക് അറിയില്ല നന്ദു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കമ്പനിയെ തകർക്കാനായിട്ട് ആരോ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടെന്ന് പറയണം. നന്ദു പറഞ്ഞു, അത് ആരാ അങ്ങനെ? ആരാന്നറിയത്തില്ല. എൻ ജ്വല്ലറിയുടെ കാര്യം നിനക്കറിയാലോ. പോരാത്തിന് നിന്റെ ചേച്ചി ഉണ്ടല്ലോ നവ്യ, അവര് മനഃപൂർവ്വം ഈ വീടിനെ തന്നെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, എതിരാളികളാണ് എൻ ജ്വല്ലറിന്ന്. ഇതെല്ലാം അറിഞ്ഞിട്ട് അവര് വീണ്ടും പരസ്യത്തിന് പോയി എഗ്രിമെന്റ് ചെയ്തേക്കുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നന്ദുവിന് ഭയങ്കര വിഷമമായി. നന്ദു പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പൊ അതൊക്കെ മാറണമെങ്കിൽ അതെ നവ്യയുടെ സത്യങ്ങളൊക്കെ അറിയണം. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇനി എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അനി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ പറഞ്ഞാലൊന്നും നിന്റെ ചേച്ചി കേൾക്കാനൊന്നും പോകുന്നില്ല. പോരാത്തതിന് പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അബിയും അപ്പച്ചിയൊക്കെ അതിനുള്ള തക്കതായ ശിക്ഷ വല്ലതും എന്താളും കൊടുക്കുന്നുണ്ടെന്ന് പറയണം അവർക്കിട്ട്. നന്ദു പറഞ്ഞു, നോക്കാം, എനിക്കിപ്പോ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയായിരുന്നെങ്കിൽ എന്റേതായ രീതിക്ക് ഒരു അന്വേഷണമൊക്കെ നടത്താമെന്ന് പറഞ്ഞു. ആര്യ പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട, നിന്റെ കാലൊക്കെ ഭേദമായതിനു ശേഷം നീ ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് കനകമുറിയിലേക്ക് വരുവാണ്. കനകമുറിയിലേക്ക് വരണ സമയത്ത് നന്ദു കനകയോട് കാര്യങ്ങൾ പറയണം. വീണ്ടും നവ്യടുത്തി ആ എൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് പോയി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കനക വെച്ച്, വീണ്ടും പോയെന്നോ? അതെ, നമ്മളാരും പറഞ്ഞുകൊണ്ടൊന്നും അനുസരിക്കുമെന്ന് തോന്നില്ല. ഇനിയിപ്പം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് ഗോവിന്ദൻ വരുന്നത്. ഗോവിന്ദൻ പറഞ്ഞു, മോളെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ശരിക്കും അനന്തപുരി നിന്നോണ്ട് അവള് അനന്തപുരിക്കാരുടെ മുഖത്ത് കരി വാരിത്തേക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു പറയുന്നതാ നല്ലത്. കനക പറഞ്ഞു, ഗോവിന്ദേട്ടാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തായി തീരും?
നവ്യയുടെ ജീവിതം തീർന്നു പോകത്തില്ലേ? നന്ദു പറഞ്ഞു നവ്യേച്ചി കാരണം ഇപ്പൊ എത്ര പേരുടെ ജീവിതം താർന്നുകൊണ്ടിരിക്കുന്നേ. അനന്തപുരിയിലുള്ള എല്ലാവരും നല്ല വിഷമത്തിലാ. നയനേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കുക, നയനേച്ചിക്കൊക്കെ നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നിയെന്ന് പറയണ. പിന്നീട് കനക നയനയെ വിളിക്കണം. കനക നയനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നയന സത്യങ്ങളൊക്കെ പറയാണ്. എന്ത് ചെയ്യാൻ പറ്റുമേ, ഞങ്ങൾ പറഞ്ഞാലൊന്നും ചേച്ചി അനുസരിക്കാൻ പോകുന്നില്ല. ചേച്ചി കാരണം ഇവിടെ ആകെപ്പാടെ എല്ലാരും വിഷമത്തില്ല. ആദർശേണൊക്കെ തലയുർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല. ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി, അതെന്താ അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമോള് ഏഞ്ചുലിയുടെ പരസ്യത്തിന് വേണ്ടി അഭിനയിക്കാൻ പോയെന്നൊക്കെ അവരോടൊക്കെ മറുപടി പറഞ്ഞിട്ട് ആദർശേട്ടൻ മടുത്തെന്ന് പറയാണ്. കനക പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. ഒടുവില് കനക നവ്യനെ വിളിക്കുന്നുണ്ട്. നവ്യനെ വിളിച്ച് ദേഷ്യപ്പെടുവാണ്. നീ എന്ത് പരിപാടിയാ കാണിക്കണേ? അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ ആ വീട്ടിൽ നിന്നിട്ട്? നിനക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് പൈസ വേണം. ഹബി ഇവിടെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുക. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്കൊരു മോനുണ്ടെന്നുള്ള കാര്യം മറന്നുപോയോ? അല്ല ഇനിയിപ്പം അങ്ങനെ ഞാൻ പരസ്യത്തിലൊന്നും അഭിനയിക്കാൻ പോകുന്നില്ല. അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തന്ന് സഹായിക്കാനൊക്കെ പറഞ്ഞു. കനയ്ക്കും കോന്നിനും എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിലും പണ്ട് തൊട്ട നബി ഒരു പിടിവാശിക്കാരിയാണ്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. തന്നിഷ്ടക്കാരിയാണ് താനും. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് കനക പിന്നീട് ഫോൺ വെച്ചു. ആ സമയം ഒരു വിധത്തില് മുറിയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി അവിടുത്തെ ഓരോ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് അഭി പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വരുമ്പോഴത്തേനും ദേവേനീശു നിന്റെ പണികൾ തീർന്നു ചോദിച്ചു. തീർന്നു. അന്ന് ഒരു കാര്യം ചെയ്യാം, നീ അടുക്കളയിലേക്ക് വരാൻ പറയണം. അടുക്കളയിലോ? അവിടെ എന്താ? അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, നീ വരാൻ പറയണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ജലജ അവിടെ കിടന്ന് ജോലി ചെയ്യണം. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ജലജനെ സഹായിക്കാൻ പറയണം. അല്ലമ്മായി അത് പിന്നെ ഞാൻ എന്താടാ നിനക്ക് സഹായിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ആ സമയം ജാനകി അങ്ങോട്ട് വന്നു. ജാനകി വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ സഹായിക്കാം, പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞോളാന്ന് പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല ജാനകി, നീ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇവർക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അഭിയും ജലജൻ ചെയ്യട്ടെ. ഇത്രയും കാലം വെറുതെ കഴുകിയിരുന്ന് കഴിക്കുമല്ലായിരുന്നോ? ഇനിയിപ്പോ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ശീലിക്കട്ടെ എന്ന് പറഞ്ഞു. അഭിക്കാണെങ്കിലും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, കമ്പനിയിലും പോണ്ട, അവൻ വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ, അതുകൊണ്ട് ഇപ്പല്ലേ പ്രയോജനമൊന്നുമില്ല, കുടുംബത്തിലെങ്കിലും ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അഭിക്കിത്. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അഭി പച്ചക്കറിയൊക്കെ നുറുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അഭിയുടെ കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞു. പരിചയമില്ലാത്ത ജോലിയല്ലേ. ആ സമയം അഭി പറഞ്ഞു, അമ്മേ എന്റെ കൈ മുറിഞ്ഞെന്ന് പറയണ. കാണിച്ചേടാന്ന് പറഞ്ഞ് ജലജ ഓടി വന്നു. ഓ ഇത് ഇത്തിരിയല്ലേ ഉള്ളൂ, ഇതാണോ വലിയ കാര്യമായിട്ട് എടുക്കണേന്ന് ചോദിച്ചു. ജലജ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ഞാൻ ചെയ്യാന്ന് പറയാണ്. അഭി പറഞ്ഞു, വേണ്ട ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ പച്ചക്കറിയൊക്കെ നുറുക്കി കൊടുക്കുന്നുണ്ട്. ഉച്ചയായപ്പത്തേനും ആഹാരമൊക്കെ റെഡിയാക്കി രണ്ടുപേരും കൂടെ കൂടിയിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് നയനയും മുത്തശ്ശിയും ദേവേനിയൊക്കെ ഇവിടെ വരുവാണ്. ആ സമയം ജലജ ആഹാരമൊക്കെ വിളമ്പിക്കൊണ്ട് വെക്കാനായിട്ട് അങ്ങ് ചെന്നു. അപ്പോഴേക്കും ദേവേനി ചോദിച്ചു, അല്ല നിന്റെ മോൻ എന്തെന്ന് ചോദിച്ചു. അവൻ മുറിയിലുണ്ട്, അവൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. ഒരു വിധത്തിലൊന്നും നടുവ് നൂർക്കാൻ പോയതാണ് അഭി. അപ്പോഴാണ് വീണ്ടും വിളി വരുന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, നീ എന്തെടുക്കുമായിരുന്നടാ? അത് പിന്നെ ഞാൻ മടുത്തു അമ്മായി, അതുകൊണ്ട് മുറിയിൽ പോയിരിക്കുമായിരുന്നു. അതെ ഈ ആഹാരമൊക്കെ ഞങ്ങൾക്ക് വിളമ്പി തരാൻ പറയണം. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതിന് ഞാനുണ്ടല്ലോ എടുത്തിന്ന് പറയാ. അതെ ഇവനെന്താ ഇവന് വിളമ്പാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഒടുവില് അഭി അങ്ങനെ വിളമ്പി കൊടുക്കുക. ശരിക്കും ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് തന്നെ പറയാം. കിട്ടിയ അവസരം മുതലാക്കുവാണ് ദേവേനി. മനസ്സിൽ 100 പ്രാക്കോട് കൂടിയിട്ടാണ് അഭി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. നിനക്കിട്ടൊക്കെ ഞാൻ പണി വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് നയനയ്ക്കൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് മനസ്സിൽ പറയണേ. അതുപോലെ തന്നെയായിരുന്നു ജലജ. ഇതിനൊക്കെ തിരിച്ചു ചോദിക്കാനായിട്ടൊരു അവസരം കിട്ടും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ഇങ്ങനെ പ്രാഗ്യ നേർച്ചകളും നേർന്നുകൊണ്ടാണ് വിളമ്പി കൊടുക്കുന്ന പോലും. ഈ സമയത്ത് നയന ദേവേനെ നോക്കി. നയനയ്ക്ക് അഭിയെ കൊണ്ട് വിളപ്പിക്കുന്നതിൽ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ ദേവേനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ആ സമയം മുത്തശ്ശി പറഞ്ഞു, എന്നാലും എടാ അഭി നിന്റെ ഒരു യോഗം ഞങ്ങൾക്ക് വിളമ്പി തരാനുള്ള യോഗം ഉണ്ടായില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അമ്മേ ഇത് കുറച്ച് കഷ്ടമായിട്ടോ അഭിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നേ. എടി ചെയ്യിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഇവൻ നല്ലവനായിരുന്നെങ്കിൽ, ഇവന്റെ കയ്യിരിപ്പം നല്ലതായിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇവന് ജ്വല്ലറി നല്ല രീതിയിൽ തന്നെ ജോലി നോക്കായിരുന്നല്ലോ, നല്ല രീതിയിൽ തന്നെ ജീവിക്കുകയും ചെയ്യായിരുന്നു. ഇവനായിട്ടല്ലേ ഇവന്റെ കുഴി തോണ്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ വായുവെന്നൊക്കെ മുത്തശ്ശിയും പറഞ്ഞു. അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അബിയുടെ കയ്യിലിരിപ്പുണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മുത്തശ്ശിക്കും അറിയായിരുന്നു. ഇതേ സമയം ജലജ അവരൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവന്തയെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്തയ്ക്കൊന്നും പറയാൻ പറ്റില്ലോ. കുറച്ച് നാളത്തേക്കും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയാവുള്ളൂ. എങ്ങനെയെങ്കിലും മൂർത്തി ജ്വല്ലറി തകർക്കാന്നുള്ള ഇപ്പൊ അവളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നാഗേന്ദ്രനെ കാണാൻ പോകുന്നുണ്ട്. നാഗേന്ദ്രനെ കാണുന്ന സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, ഇനി നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാലോ.
ആ മുംബൈയിലുള്ള ആ ബിസിനസ് അത് പിടിച്ചെടുക്കണമെന്ന് പറയാണ്. അമേരിക്കൻ കമ്പനിയുടെ ബിസിനസ് പിടിച്ചെടുക്കണം. അത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ തകർച്ചയായിരിക്കും കിട്ടാൻ പോണെന്ന് പറയാണ്. അപ്പോഴേക്കും അവന്തി ചോദിച്ചു, അല്ല അതിന് പെട്ടെന്ന് അങ്ങനെ സാധിക്കുമോ വെച്ചാ, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ അവന്റെ തകർച്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന ആദർശ് തകർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റും, MD സ്ഥാനത്തുനിന്ന്. പിന്നെ കഴിവുള്ള ഒരാളായിരിക്കും അവിടെ കയറാൻ പോകുന്നത്. മോളൊരു കാര്യം ചെയ്താൽ മതി, മോളുടെ ബുദ്ധി പ്രയോഗിച്ചാൽ മതി എന്ന് പറയണം. മോളുടെ ബുദ്ധി, അതെ, ഇവിടെയാണ് ബുദ്ധി പ്രയോഗിക്കേണ്ടേ. കാരണം ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, മോൾക്ക് അവിടെ ഒരു സ്ഥാനം നേടിയെടുക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്തികയോട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന്തികയ്ക്കും തോന്നി നല്ല കാര്യമാണെന്ന് തോന്നി. ഈ സമയത്ത് ആദർശന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ ബിസിനസ് കിട്ടിയില്ലെങ്കിൽ കമ്പനിക്ക് അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. കമ്പനിയുടെ ഗ്രാഫ് തന്നെ താഴേക്ക് പോകും. അങ്ങനെ ഒരു കാരണവശാലും പോകാൻ പാടില്ല. എങ്ങനെ അത് പിടിച്ചെടുക്കണം? അങ്ങനെ രാപകലില്ലാതെ ആദർശാണെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്കും നല്ല വിഷമമുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പെട്ടെന്നുണ്ടായ ഒരു പ്രതിസന്ധിയാണ്. എങ്ങനെയെങ്കിലും ആ പ്രതിസന്ധിയെ തരണം ചെയ്തല്ലേ മതിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആദർശനോടൊപ്പം നയനൻ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാ, പക്ഷെ മുംബൈയിലെ ബിസിനസ് കിട്ടാതെ പോയെന്ന് പറഞ്ഞാലും ഇതിന്റെ പേരിലൊന്നും മൂർത്തി ജ്വല്ലറി തകരാനൊന്നും പോകുന്നില്ല. കാരണം മുത്തശ്ശൻ ആ സത്യങ്ങളൊക്കെ അവസാനം കണ്ടെത്തുക തന്നെ ചെയ്യും. ഇതിന്റെ പിന്നിൽ ഒരാളുണ്ടെന്ന് മുത്തശ്ശൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടുവില് ആദർശം നയനയൊക്കെ ആ കാര്യങ്ങൾ അറിയുക തന്നെ ചെയ്യും. നാഗേന്ദ്രനാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന്. അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുത്തശ്ശൻ വെറുതെ ഇരിക്കില്ല ഒരിക്കലും. പക്ഷെ അഭിക്കും ജലജയ്ക്കും ഒക്കെ സന്തോഷമായിരിക്കും. പക്ഷെ അഭിയും ജലജയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക തന്നെ ചെയ്യും. ഒടുവിൽ നവ്യ സത്യങ്ങളൊക്കെ അറിയും. തന്നെ ഇത്രയും കാലം അഭി ചതിക്കുമായിരുന്നു. അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും നവ്യ അവരുമായിട്ടുള്ള ആ എഗ്രിമെന്റ് പിൻവലിക്കുക തന്നെ ചെയ്യും. കാരണം AN ജ്വല്ലറിക്ക് വേണ്ടിയിട്ടുള്ള അവർക്കിട്ട് നല്ല തിരിച്ചടിയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. എത്രമാത്രം കള്ളത്തരങ്ങൾ കാണിച്ച് നാഗേന്ദ്രൻ മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും നാഗേന്ദ്രൻ ഒരിക്കലും ജയിക്കാനായിട്ട് പറ്റില്ല. കുറച്ച് നാളത്തേക്ക് പിടിച്ചിരിക്കാനായിട്ട് പറ്റും. കാരണം അവന്തിക ഉപയോഗിച്ച് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകും. പക്ഷെ അതൊക്കെ അന്ന് സ്ഥിരമായിരിക്കില്ല. മുത്തശ്ശൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു കാര്യം, സത്യസന്ധമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ഒരിടത്തും പരാജയപ്പെടാൻ പോകുന്നില്ലെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.